അവക്കാഡോ ആയിരിക്കുന്നത് എല്ലാം ട്രോപ്പിക്കൽ. ഇത് ഏത് ടൈപ്പാണ് ഇത് അവക്കാഡോ? പർപ്പിൾ ഹൈബ്രിഡ് എന്ന് പറയും. പർപ്പിൾ ഹൈബ്രിഡ് നമ്മുടെ കേരളത്തിൽ വളരുന്ന ഒരു നല്ല വെറൈറ്റിയാണ്, ഇന്ത്യയിലുള്ള നല്ലൊരു വെറൈറ്റി. ഇതെല്ലാം ഇങ്ങനെ പൂക്കാറായി നിൽക്കുക സംഭവം. ഇതിന് പൂക്കാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂക്കാറാകുമ്പോൾ കണ്ടേ അതാണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. ഈ പൊട്ടി പൊട്ടി വന്നിട്ട് ഇങ്ങനെയാണ് ഇത് പൂക്കുന്നത്. കസ്റ്റാർഡ് ആപ്പിളിന്റെ NMK01 എന്ന് പറയുന്നത് ആണ് ഗോൾഡ്. ഇത് മഹാരാഷ്ട്രയിൽ നിന്നുള്ളതാണ്. അവിടെയാണ് അതിന്റെ ഉൽപ്പത്തി അവിടെ നിന്നാണ് ഇത്. അപ്പൊ ഇതൊരു 300 തൊട്ട് 500 ഗ്രാം 350 തൊട്ട് 500 ഗ്രാം വരെ വെയിറ്റ് ഉള്ള നല്ല ഗോൾഡൻ ഇതാണ്. ഇതെല്ലാം ബഡ് ചെയ്ത തൈകളാണ്. ഇതെല്ലാം നമുക്ക് ഓൾ കേരള, ഓൾ ഇന്ത്യയിൽ ഡെലിവറി ഉള്ളതാണ് ഇതെല്ലാം. ഈ കുരുമുളക് നമ്മുടെ ത്രിഫലിയിൽ ചെയ്ത്, പിന്നെ നമ്മുടെ പന്നിയൂർ വന്ന് ത്രിഫലിയിൽ ചെയ്തായത്. ഇതും കൊടുക്കാനുള്ള വലിയ ലോങ്ങാണ്ട വലിയ മദർ പ്ലാന്റ് 12,000 വരെയൊക്കെ വില വരുന്നതായിരുന്നു. എല്ലാം പ്രൂൺ ചെയ്തതിന് പെട്ടെന്ന് കായ്ക്കട്ടെ. ഇന്ത്യൻ മുസമ്പ് ഇതിപ്പോ പഴുത്ത് വരിക. പഴുത്ത് കഴിഞ്ഞെങ്കിൽ ആ കട്ടി അങ്ങ് പോകത്തുള്ളൂ. തൊലിക്കട്ടി നല്ല വളഞ്ഞു കിടക്കായതിപ്പോ എല്ലാം. ഇതെന്തുണ്ട് ഈ തൈ? ഈ തൈ 1200 രൂപ. ഈ തൈ കായോട്. ഇതെല്ലാം ലെമൺ, ഇതെല്ലാം കാജി ലെമൺ, മാൻഡ്രൈൻ. ഇതെല്ലാം മാൻഡ്രൈനാ പിടിച്ചു വരുന്നേ ഉള്ളൂ. മാൻഡ്രൈൻ പിടിച്ചു വരുന്നേ ഉള്ളൂ ഇതെല്ലാം. പിന്നെ ഇത് ബാരി വണ്ണം. ഇത് ബാരി വണ്ണം. ഈ സൈഡ് മുഴുവൻ ഇന്ത്യൻ മുസമ്പി. ഇതെല്ലാം ഇന്ത്യൻ മുസമ്പി. നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് കറ്റാനം ഭരണിക്കാവിട്ട അബിനാസ് ഗാർഡൻ ആണ്. എന്റെ ബാക്കിലൊക്കെ വലിയ വലിയ മാവുകൾ ഇട്ടാ. കഴിഞ്ഞ കൊല്ലം ഒക്കെ നമ്മൾ കണ്ട മാവുകളൊക്കെ ഇപ്പൊ കാഴ്ചയൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കാണ്. ഇപ്പൊ ഇഷ്ടംപോലെ വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് പ്രാവശ്യം ഇവിടെ ഉണ്ട്. അപ്പൊ ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എന്തായാലും നമസ്കാരം ചേട്ടാ. നമസ്കാരം. തെക്കോട്ട് പോകുമ്പോഴത്തേന് കറ്റാനത്തുനിന്ന് കായംകുളം ഇങ്ങനെ പോവാണ്. ഇത് ആലപ്പുഴ ജില്ലയില് മാവേലിക്കര താലൂക്കില് കറ്റാനം ഭരണിക്കാവ് ദേവി ടെമ്പിൾ ജംഗ്ഷനാണ് ഈ കാണുന്നത്. അവിടെയാണ് നമ്മുടെ ഈ ചെടിച്ചട്ടികളൊക്കെ വേണ്ടുന്നല്ലോ. ഇഷ്ടംപോലെ ചെടിച്ചട്ടികള്, വളങ്ങള് എല്ലാം നോക്കിയോളൂ. എല്ലാം നമ്മുടെ ഇഷ്ടംപോലെ സാധനങ്ങള്, വളങ്ങളൊക്കെ ഇഷ്ടംപോലെ, ജൈവവളങ്ങൾ ഇഷ്ടംപോലെ നിറച്ചു വെച്ചിരിക്കുക. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് ഈ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ തെങ്ങും എല്ലാ മരങ്ങളും കസ്റ്റമേഴ്സിന്റെ അതനുസരിച്ച് നമ്മൾ അവർ പറയുന്ന വീട്ടിൽ കൊണ്ടുവന്നിട്ട് എത്ര ദൂരമായാലും കൊണ്ട് കൊടുക്കുന്നു, നട്ടു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റേതായ വളങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കും. ഇത് പോട്ടി മിക്സ് ആണ്. ഇത് നമ്മൾ വളം നടുമ്പോൾ അടിവളമായിട്ട് ഉപയോഗിക്കുന്ന പോട്ടി മിക്സുകളാണ്. ഇതെല്ലാം മൾട്ടി മീലും മറ്റേ പല കാര്യങ്ങൾ, ഫിഷ് മീല്, ആട്ടും കാട്ടവും ഇങ്ങനെയൊക്കെ ഉള്ള ചാണകപ്പൊടി, ചരിച്ചോറ് ഇങ്ങനെയൊക്കെ ഉള്ള വളങ്ങള്, പിന്നെ ചട്ടികള്, ഇൻഡോർ പ്ലാന്റ്സ്, ഇൻഡോർ ഫ്ലോ പോട്ട്സ്, ഔട്ട്ഡോർ പോട്ട്സ്, ഇങ്ങനെയുള്ള എല്ലാ പ്ലാന്റേഷനും നമ്മുടെ ഇതിലുണ്ട്. ഇതിപ്പോ നമ്മുടെ തെങ്ങ്, ഇത് നമ്മുടെ ഇത് വന്നിട്ട് നമ്മുടെ ഒരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന മലേഷ്യൻ കുള്ളാനുണ്ട്. മലേഷ്യൻ കുള്ളാണ് ഈ പച്ച ഇരിക്കുന്നത്. മറ്റേ ഒരു ലൈറ്റ് ചുമലയുള്ളത് നമ്മുടെ D20 ആണ് ഇരിക്കുന്നത്. 2.5-3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് ഇരിക്കുന്നത് മുഴുവൻ. ഇതെല്ലാം നമുക്ക് എല്ലായിടത്തും നമ്മൾ എത്തിച്ചു കൊടുക്കും. ഹൈവേ ഡെലിവറി ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് എല്ലായിടത്തും കയറ്റി വിടാനുള്ള സാധനങ്ങളാണ്. ഇത് നമ്മുടെ ബാരി വൺ മാൾട്ട ബംഗ്ലാദേശിന്റെ ബാരി വൺ ഓറഞ്ച് ആണ്. ഇത് ഓൾ സീസൺ ആണ്. ഇത് നമുക്ക് ഇപ്പൊ തന്നെ പറിച്ചു നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും. അത് പച്ചയ്ക്ക് തന്നെ കഴിക്കാവുന്ന സാധനമായിരിക്കും. പച്ചയ്ക്ക് മധുരമുള്ള അങ്ങനെയുള്ള സാധനമായത്. ഓൾ സീസൺ ആണ് ഇത് സംഭവം. പിന്നെ ഇതിന്റെ ചെറിയ തൈകളുണ്ട്. നമുക്ക് ചെറിയ നമ്മളൊരു 400 രൂപ റേഞ്ചിൽ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് പൂവും കായും ഒക്കെ ഉണ്ടാവും. അതിനകത്ത് സീഡ്ലെസ് ആണ്. ഇതൊക്കെ നമ്മൾ കായ്ക്കാൻ പരുവത്തിന് നിൽക്കുക. ചിലപ്പോൾ ഒരു 6 മാസം പോലും എടുക്കത്തില്ല ഇത്. ഇതൊക്കെ ഒരു 1000 രൂപ റേഞ്ചിലാണ് ഇത് വിൽക്കുന്നത്. ഇതിന് ചെറുതുണ്ട് സംഭവം. ഇത് പിന്നെ നമ്മളെ ഈ സിദ്ധു എന്ന് പറഞ്ഞാൽ മഞ്ഞയാണ് കേട്ടാ. ഇത് ചില ചുമല ഇത് മഞ്ഞയാണ്. നമുക്ക് നമ്മുടെ ഡാങ് സൂര്യ, ഈ അകത്തിരിക്കുന്ന ഡാങ് സൂര്യ, ഇത് സിദ്ധു. ഇത് ഡാങ് സൂര്യ ചുമല തന്നെ. ഇതെല്ലാം ബഡാണ്. പക്ഷെ ഇതൊരു 1.5 വർഷം എടുക്കും കായ്ക്കാനായിട്ട്. ഇതൊരു 1.5 വർഷം എടുക്കും. പിന്നെ നമ്മൾ തെറ്റിയില്ലേ, നമ്മുടെ നല്ലൊരു വെറൈറ്റി തെറ്റികളായിരിക്കുന്നത് കണ്ടില്ലേ. അല്ല തെറ്റി, ഞങ്ങളുടെ തെറ്റി എന്ന് പറയും, ചെത്തി എന്ന് പറയും. ഇതൊക്കെ നല്ല അമ്പലത്തിലേക്ക് പോയി നല്ല വീടുകളിൽ വളർത്താവുന്ന ഏറ്റവും നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ്. നല്ല ബുഷിയാണ്. കണ്ടില്ലേ കൊലയാട്ട അതിന്റെ പൂ കിടക്കുന്നത്. അങ്ങനെ നല്ല കണ്ടില്ലേ, നല്ല കൊലയാട്ട അതിന്റെ. ഇതൊക്കെ ഒരു 700 രൂപ വരെ വരും. ഇത് നല്ല ബുഷിയോട് കൂടി. ചെറിയ തൈ ആകുമ്പോൾ നമുക്കൊരു 100 രൂപ തൊട്ട് അതിന്റെ ചെറിയ തൈകളും ഉണ്ട്. സിന്ദൂര വരിക്കയുടെ ചെറിയ തൈകളായി കാണും. ഇതൊക്കെ ഒരു 1.5 വർഷം എടുക്കും കായ്ക്കും. ഇത് നമ്മുടെ അവക്കാഡോ, ട്രോപ്പിക്കൽ അവക്കാഡോ പർപ്പിൾ ഹൈബ്രിഡ്. ഒരു 9 മാസം 6 മാസം മതി. 6 തൊട്ട് ഒരു 12 മാസം വരെ ആകുമ്പോൾ ഇതെല്ലാം കായ്ച്ചിരിക്കും. ഹൈബ്രിഡ് ആണ് ഇത്. പിന്നെ വലിയ പൊക്കം വെക്കത്തില്ല. ഇതെല്ലാം ബഡാണ്. പിന്നെ നമ്മുടെ കുടംപുളി, എല്ലാ കുടംപുളി എല്ലാം ബഡാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ J33 ആണ്, മലേഷ്യൻ ചക്ക. ഒരു 20 തൊട്ട് 25 കിലോ വരെ വെയിറ്റ് വരുന്ന ഇതെല്ലാം ബഡാണ്, കംപ്ലീറ്റ് ബഡാണ്. നല്ല വരിക്കച്ചക്ക, നല്ല മധുരമുള്ള വരിക്കച്ചക്ക ഇതെല്ലാം. പക്ഷെ ഉള്ള മഞ്ഞയായിരിക്കും. ഇത് വന്നിട്ട് നമ്മുടെ ഡാങ് സൂര്യ, തായ്ലൻഡിന്റെ. ഇത് വന്നിട്ട് നമുക്ക് ഇനിയിപ്പോ ഇത് അതുപോലെ ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെ പിടിച്ചോളും. എന്നാലും കാഴ്ചതുണ്ട് ഇവിടെ. ഇതെല്ലാം ബഡാണ് കേട്ടോ. വലിയ പൊക്കം വെക്കത്തില്ല. പൂത്ത് തുടങ്ങി ഇങ്ങനെ കാഴ്ചയൊക്കെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോയി. ഇത് നമ്മുടെ അബിയു. ഇത് അബിയുവിൽ നമുക്ക് ജയന്റ് അബിയു ഉണ്ട്, നിപ്പിൾ അബിയു ഉണ്ട്. ഇതിന് പൂത്തത് ഇഷ്ടം പോലെ കിടപ്പാണ് അതിനകത്ത് കാഴ്ച കിടക്കുന്നത്. നല്ല പൂത്ത കംപ്ലീറ്റ്. ഇതെല്ലാം ഓൾ സീസൺ ആയിരിക്കും. അത് ഒരു സീസൺ കഴിയുമ്പോൾ അടുത്ത അടനെ പൂക്കും. ഇത് ഒരു ഏപ്രിൽ ആകുമ്പോൾ വീണ്ടും പൂക്കും. ഇതിന്റെ പരിപാടി അങ്ങനെയാണ്. ഇതൊക്കെ നമുക്ക് എല്ലാ ഹൈവേ ഡെലിവറി ഉള്ളതാണ്. ഇതെല്ലാം നമുക്ക് കയറ്റി വിടാനുള്ള സാധനങ്ങളാണ്. ഹൈവേ ഡെലിവറി ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ
നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനോട് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. ഇത് പിന്നെ റംബുത്താന്റെ ഒരു കളക്ഷനാണ് റംബുത്താൻ. ഇതിനകത്ത് നമുക്ക് വേണ്ട KG10 ഉണ്ട്. ഇത് സീസറ് KG10, സ്കൂൾ ബോയ്, പിന്നെ മൾവാന, ഇങ്ങനെ കുറെ, പിന്നെ N18, N35 മഞ്ഞ, ഇങ്ങനെ കുറെ വെറൈറ്റികളുണ്ട്. പിന്നെ നമ്മളെ സ്കൂൾ ബോയ്, ഇങ്ങനെ കുറെ വെറൈറ്റികളുണ്ട് ഇതിന്റെ റംബുത്താനകത്ത് തന്നെ. ഇത് അവക്കാടോ അല്ലേ? ഇത് അവക്കാടോ, ട്രോപ്പിക്കൽ. നേരത്തെ നമ്മൾ കണ്ടതോ? നമ്മൾ കണ്ടതന്നെ. ഈ സ്ഥലക്കുറവ് കൊണ്ട് ഇങ്ങോട്ട് അവിടെ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ. പിന്നെ ഇത് മാവിന്റെ ഒരു നല്ല കളക്ഷനാണ്. ഇവിടെ തന്നെ ഒരു 10-40 വെറൈറ്റി കൂടുതലുണ്ട് ഇവിടെ തന്നെ. ഇതെല്ലാം നല്ല 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 വെറൈറ്റി മാവുകളാണ് ഇതെല്ലാം. ഇതിനകത്ത് അൽഫോൺസയുണ്ട്, നമ്മുടെ നീലം മാങ്ങയുണ്ട്, അൽഫോൺസയുണ്ട്, സുവർണരേഖയുണ്ട്, സിന്ദൂരമുണ്ട്, കർപ്പൂരമുണ്ട്, പിന്നെ സോണിയ ഉണ്ട്, പിന്നെന്തുവാ കുറെ പേരുകളുണ്ട് ഇതിനകത്ത്. പിന്നെ കല്ലുകെട്ടിയുണ്ട്. എനിക്ക് പേര് തന്നെ നമുക്കിപ്പോ നോക്കിയാലേ പറയാം. പിന്നെ ആട്ടുവിറ്റുണ്ട്, മിയാസാക്കി ഉണ്ട്, ബങ്ങനപ്പള്ളിയുണ്ട്, ഹിമാപാസനുണ്ട്, പ്രധാനത്തുണ്ട്, കല്ലുകെട്ടിയുണ്ട്, കൊസേരിയുണ്ട്, ഇങ്ങനെ കുറെ ഉണ്ട്. ഇതേതാ ഈ പ്ലാവ്? ഇതെല്ലാം നമ്മുടെ തായ്ലൻഡ് വിയന്ന സൂപ്പറിന്റെ പ്ലാവുകളായിരിക്കുന്നതെല്ലാം. ഇതെല്ലാം വിയന്ന സൂപ്പറാ. ഇതൊക്കെ നമുക്ക് ഓൾ കേരള ഓൾ ഇന്ത്യയിൽ സർവീസ് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഈ ഇരിക്കുന്ന പ്ലാവുകളെല്ലാം അത് തന്നെ, ഇരിക്കുന്ന പ്ലാവുകൾ. പിന്നെ അങ്ങോട്ടുള്ള നമുക്ക് കുറെ മാവുകളുണ്ട്. ഇങ്ങനെ കുറെ മാവുകൾ. ഇതെല്ലാം ഇതാണ് വിയന്ന സൂപ്പർ. ഇതെല്ലാം വന്നിട്ട് ജാത്തേട്ടത്തിരിയാണ്. പിന്നെ നമ്മൾ ഈ കാണുന്നത് ഇതെല്ലാം വന്നിട്ട് മാവുകൾ മിക്സ് ആണ്. ഇതിനകത്ത് സുവർണരേഖയുണ്ട്, മല്ലികയുണ്ട്, കോട്ടപ്പറമ്പനുണ്ട്, ഇങ്ങനെ മിക്സ് ആയിട്ടിരിക്കുന്ന മാവുകളായിരിക്കുന്ന എല്ലാം. ഈ മാവിന്റെ വില മാക്സിമം വന്ന് ഈ കനമൊക്കെ 1200 രൂപയുള്ളൂ. കണ്ടില്ലേ, ഈ മാവ് 1200 രൂപയാണ് ഈ മാവിന്റെ വില. പിന്നെ അതുപോലെ ഇങ്ങോട്ട് ഇതെല്ലാം വിയറ്റ്നാം സൂപ്പർ. ഇത് സുവർണരേഖ. ഇതെല്ലാം ഇരിക്കുന്ന മാവുകളെല്ലാം സുവർണരേഖ. ചെറിയ ഇലയുള്ള മാവുകളെല്ലാം സുവർണരേഖ. 1000 രൂപ ഈ ഇരിക്കുന്നെല്ലാം. വേണ്ടില്ലേ? പിന്നെ അവിടെ ഇരിക്കുന്നതെല്ലാം സുവർണരേഖ. ഇതെല്ലാം സുവർണരേഖ. ഇതെല്ലാം വിയറ്റ്നാം സൂപ്പറിന്റെ മഞ്ഞയുണ്ട്, ഇതിനകത്ത് ചുമലയുണ്ട്, രണ്ടും ഉണ്ട്. മഞ്ഞ ചുമലയായിട്ടായിരിക്കുന്നതെല്ലാം. ഈ പ്ലാവുകളെല്ലാം അത് തന്നെ വിയറ്റ്നാം സൂപ്പർ. ഇത് മല്ലിക മാവ് എല്ലാം തൂക്കി വെച്ചിരിക്കുക. ഇത് മല്ലിക ആന്ധ്രമല്ലിക. ഇത് ആന്ധ്രമല്ലിക. ഇതിന്റെ എല്ലാം വില 1000 രൂപയാണ്. ഇത് ഏത് മാവ് എടുത്താലും 1000 രൂപ. ഈ കടക്കനുള്ള ഏതെടുത്താലും 1000 രൂപ. ഇത് സ്റ്റാർ ഫുഡ്, ജമൈക്കൻ സ്റ്റാർ ഫുഡ്. കണ്ട കാപിടിച്ചിറക്കുന്നുണ്ട്. കാപിടിച്ച് നല്ല അടിപൊളി, നല്ല ഭയങ്കര മധുരമാണ്. ഇപ്പൊ പച്ചക്ക് പറിച്ചിരുന്നാലും മധുരോ, ഭയങ്കര ഓൾ സീസണാണ്, ഭയങ്കര മധുരമുള്ള സാധനം. ജമൈക്കനാണിത്, ജമൈക്കൻ സ്റ്റാർ ഫുഡാ. പിന്നെ ഇതെല്ലാം നമ്മുടെ മാവുകൾ, ആട്ടുകുറ്റുണ്ട്, ബനാന, ഇങ്ങനെ മാവെല്ലാം പ്രൂണിച്ച് വെച്ചിരിക്കുക. ഈ മാവുകളെല്ലാം. ഇത് നമുക്ക് നാംഡോക്കുമായിയുടെ മാവ്, നാംഡോക്കുമായി. ഇതൊക്കെ എന്ത് വിലയുണ്ട്? ഈ നാംഡോക്കുമായൊക്കെ ഒരു 1,800 വിലയുണ്ട്. 1,800. ഇത് കുള്ളനാണ്, ഡാർഫാണ്, പൊക്കം വെക്കില്ല. അതാണ് കാണുമ്പോഴാണ്. ഇതെല്ലാം ബഡാണ് കണ്ടുതരിക്കുന്നത്. ഇത് ഹിമാപസന്റ് എന്നുള്ളതാണ്. ഇത് ആട്ടുകിട്ടു. ഇത് ആപ്പിൾ റുമാനിയ മാവ്. ഈ ആപ്പിൾ റുമാനിയൊക്കെ ഒരു 1000 രൂപയുള്ളൂ. ആട്ടുകിറ്റൊക്കെ ആകുമ്പോൾ ഇതൊക്കെ വലിയ മാവ് ഒരു 1500 രൂപ വിലയുള്ളൂ. പിന്നെ നമുക്ക് ഇത് മറ്റേ കസ്റ്റാർഡ് ആപ്പിളോ? ഇത് കസ്റ്റാർഡ് ആപ്പിൾ, നമ്മുടെ ഗോൾഡൻ. വലിയ വലുത് ഒരു 350-500 ഗ്രാം വരുന്ന ഗോൾഡൻ ആണ്. പിന്നെ ഇതെല്ലാം നാംഡോക്കുമായി, ആട്ടുകിട്ടു. ഇത് നമ്മുടെ ഇതാണ്, നമ്മുടെ എന്താ പറയാ, തായ്ലൻഡ് ഓൾ സീസൺ. വലിയ പൊക്കം വെക്കില്ല, നിറച്ചു കാഴ്ചതായിരുന്നു. ഇതെല്ലാം കാഴ്ചതാ. ഇത് വന്നിട്ട് ഫ്രീവൂര്. ഇത് വന്നിട്ട് നമ്മൾ മിയാസാക്കി ഉണ്ട്, ബനാന ഉണ്ട്. ഇതൊക്കെ വന്നിട്ട് സുവർണരേഖ. ഇങ്ങനെ നിങ്ങൾ കൊണ്ട് വെച്ചു കൊടുക്കും, എല്ലാം വെച്ചു കൊടുക്കും. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെ വിളിച്ചാലും പോകും. നമ്മൾ അതിന്റെ വളവും കാര്യങ്ങളും ജോലിക്കാരുമായിട്ട് നമ്മളങ്ങ് പോവുക. ഇത് വന്നിട്ട് നമ്മുടെ പേരാ, നമ്മുടെ ഇതാണ് നമ്മുടെ റെഡ് ആപ്പിൾ ഗോവ. റെഡ് ആപ്പിൾ ഗോവ. ഇത് വന്നിട്ട് മാവ് ബ്രീവറികള്, ഇങ്ങനെയുള്ള മാവുകൾ. കൊളമ്പ്, പിന്നെ കാട്ടിമണം, കൊളമ്പ്. ഇത് വന്ന് കാലാപ്പാട്. ഇതെല്ലാം വലിയ മാവുകളാണ്. ഇതെല്ലാം വലിയ മാവുകളാണ്. ഇത് സ്വീറ്റ് കാട്ടുമൺ. ഇതെല്ലാം വലിയ മാവുകൾ. അതിന്റെ അകത്തൊക്കെ ഫുള്ള് ഇത് തന്നെയാണല്ലേ, മാവുള്ളേ? ഇതെല്ലാം ഫുൾ മാവാ. ഇത് ചക്കരക്കുട്ടി. പിന്നെ ഇത് മിയാസാക്കി. എല്ലാം നമുക്ക് ഇതാ. ഇതിപ്പോ ഏകദേശം ഈ ഒരു റേഞ്ച് എത്ര വരുന്നുണ്ട് വില? നമ്മുടെ ഈ റേഞ്ച് എല്ലാം ഒരു 900 രൂപ. ഈ 900 രൂപ എക്സോട്ടിക് ഒഴിച്ചിട്ട്. ഇപ്പൊ മിയാസാക്കി അങ്ങനെയുള്ളതൊക്കെ ഒഴിച്ചിട്ട് ബാക്കി ഒരു 900 രൂപ. കാലാപ്പാട്. പിന്നെ ഇങ്ങോട്ട് തോന്നും ഇവിടെ ഇതെല്ലാം ഇതാണ് സുവർണരേഖ. ഇതെല്ലാം വന്ന് നമ്മുടെ ഭയങ്കര കളക്ഷനാണ് നമ്മുടെ ഇതിന്റെ കോട്ടർകോണത്തിന്റെ. പിന്നെ ഇത് നമ്മുടെ ബഗുവ. ഈ അനാറല്ലേ? ബഗുവ അനാറ്. അത് ബഗുവ എന്ന് പറയുമ്പോ ബഗുവ കളർ കൊണ്ടാണ് ബഗുവാന് പേര് വന്നിരിക്കുന്നത്. ഭയങ്കര നമുക്ക് ഡാർക്ക് റെഡായി, ഡീപ്പ് ഓറഞ്ച് ആയിരിക്കും അതിന്റെ കളറ്. പിന്നെ നമ്മുടെ കുങ്കുമത്തിന്റെ കളറായിരിക്കും. പിന്നെ ആ പേരാണ്. പിന്നെ നമ്മുടെ ഇതുണ്ട്, നമ്മുടെ തായ്ക്കിങ് ഞാവല്. തായ്ക്കിങ് ഞാവല്. ഇതാണ് തായ്ക്കിങ്. വലിയ വലിപ്പം വരുന്നത് കിങ് ഞാവല്. ഇതൊക്കെ ഒരു 1400 രൂപ വരും ഈ വലുതിന്. ചെറുതാകുമ്പോ ഒരു 500 രൂപ ഒക്കെ വരും. ഇത് നമ്മുടെ ഇതാണ്ട് ഡൽഹരി ചാമ്പ. അതാണ്ട കാഴ്ച പറയുന്നത് ഡൽഹരി ചാമ്പ. ഇതൊക്കെ നമുക്കൊരു 900 രൂപയ്ക്ക് കൊടുക്കുന്നതാണ് നമ്മൾ കേട്ടോ. ഡൽഹരി ചാമ്പ 900 രൂപയ്ക്കാണ് ഈ മരം. വലിയ മരം വരത്തില്ല,
ഇതെല്ലാം കായ്ക്കാൻ പറ്റുന്നുണ്ട്. ബാലി ഉമ്മറൊക്കെ ഉണ്ടല്ലേ ഇത്? ബാലി ഉമ്മറുണ്ട്, ബാലിയുണ്ട്, ബെല്ലുണ്ട്, ഉമ്മറുണ്ട്, ഡൽഹിയുണ്ട്. പിന്നെ അതാണ് ഇത് നമ്മുടെ കിങ്ങിണി ചാമ്പ എന്ന് പറയും, സീഡ്ലെസ് ചാമ്പ ഇതുകളാ. ഈ കാണുന്നത്. ഇതെന്ത് വില ഉണ്ടത്? ഇതൊക്കെ ഒരു 900 രൂപ. കാക്കിര. അതിനൊക്കെ ഒരു 900 രൂപ, കാപ്പിടിച്ച് കിടക്ക് 900 രൂപ. ഈ നിൽക്കുന്നത് നമ്മുടെ ഇലഞ്ഞി മരം. ഇത് ആ പണ്ടത്തെ എലിഞ്ഞു വരാം അല്ലേ? അത് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് ഇത്. പള്ളികളിലൊക്കെ വന്ന് ഇഷ്ടംപോലെ വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇതെല്ലാം മാവുകൾ മിക്സ് ആണ്, ഇരിക്കുന്ന മാവുകളെല്ലാം. അതെല്ലാം മാവുകളും ഉണ്ട് ഇതിനകത്ത്. വന്ന് കണ്ടെടുക്കുന്നതാണ് നല്ലത്. കണ്ടെടുക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം നമ്മുടെ പിന്നെ ഇത് ജാർവിറണ്ട് പേര. ഇതൊക്കെ ഒരു 500 രൂപ വരെ വരും ഈ പേരക്ക്, ജാർവിറണ്ടിന് വലുത്. ഇതെല്ലാം പിന്നെ ഇതെല്ലാം നോക്ക്, ഇതെല്ലാം നമ്മുടെ റെഡ് ഡയമണ്ടിന്റെ ചെറിയ തൈകൾ. റെഡ് ഡയമണ്ട് ആണോ? റെഡ് ഡയമണ്ട് ബഡ് ചെയ്തത് സീഡ്ലെസ് ജപ്പാന്റെ ഒരു 300 ഗ്രാം വരെ വെച്ച് വരുന്നത്. ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും ഒരു നല്ല പേരയത്. ഇതെല്ലാം നമ്മുടെ അർക്കാഗിരൻ. ഇതാ ഞാൻ പറഞ്ഞു, ഇത് കസ്റ്റമേഴ്സിന് വേണ്ടി ഓണത്തിന് നമ്മൾ എല്ലാം ഒരു പേര വീതം ഫ്രീ ആയിട്ട് കൊടുക്കും. വലിയ തൈകൾ എടുക്കുന്ന ഒരു ഒരെണ്ണം വീതം ഫ്രീ ആയിട്ട് ഒരു തൈ. ഓണം ഓഫറാണ്. അതാണ് നമ്മുടെ ഓണം ഓഫർ. ഇത് നമുക്ക് കാണ്ട് ഇനിയിപ്പോ അങ്ങോട്ട് തെങ്ങ് കണ്ടില്ലേ, വലിയ തെങ്ങ് ഇരിക്കുന്നുണ്ടല്ലോ. അതെ അതെ അതെ, അത് നമ്മുടെ ഇതിനകത്ത് മലേഷ്യന്റെ മഞ്ഞ പച്ച ചുമല. ഇതും ഭഗവാനാറല്ലേ? ഭഗവാനാ. അത് സ്ഥലക്കുറവുണ്ട്, കുറെ പീസ് ഉണ്ട്. സ്ഥലമില്ലാത്തപ്പോൾ അവിടെയൊക്കെ മാറ്റി വെച്ചിരിക്കും. ഇതെല്ലാം ഭഗവാൻ. ഇതെല്ലാം നമുക്ക് ഹൈവേ ഡെലിവറി എങ്ങനെ വേണമെങ്കിലും കാഴ്ച വരാവുന്നതാണ്. തെങ്ങ് കണ്ടില്ലേ, അടിപൊളി തെങ്ങുകളാണ്. എല്ലാം വലിയ തെങ്ങുകളാണ്. ഒരു 1.5 തൊട്ട് 2 വർഷത്തിൽ കായ്ക്കുന്നതാണ്. പിന്നെ ഈ ചെറിയ തെങ്ങുകളൊക്കെ കുറ്റിയാടിയാണ് ഇരിക്കുന്നത്. ഇത് 4 വർഷം കൊണ്ടേ കായ്ക്കുള്ളൂ. ഈ ചെറിയ തെങ്ങ് ഇരിക്കുന്ന കുറ്റിയാടിയാണ്. ഇതൊക്കെ ഒരു 4 വർഷം എടുക്കും കായ്ക്കണമെങ്കിൽ. ഇത് സങ്കരവർഗമാണ്. ഇതെല്ലാം റംബുട്ടാൻ ഇരിക്കുന്നത്. ഇതൊക്കെ വലിയ റംബുട്ടാൻ, വലിയ റംബുട്ടാൻ ഞങ്ങൾ പ്രൂൺ ചെയ്ത് പൂത്തടക്കുക ഇരിക്കുന്നത്. ഇത് നമ്മള് ലിഫോട്ടർ എന്ന് പറയും. ലിഫോട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇതിന്റെ പോലെ നമ്മുടെ ഞാവൽപ്പഴത്തിനെ പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ലിഫോട്ടർ. ഇതാണ് ലിഫോട്ടർ. ഞാവൽപ്പഴം പോലെ ഇരിക്കും. ഞാൽപ്പഴത്തിന്റെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും രസമാണ്, കാണാൻ വലിയ രസമാണ് ഇത് കാണാൻ. ആണ്ട ലിപ്പോട്ട് ഇത് ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മുടെ മാവും കാര്യങ്ങളും. പിന്നെ ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ സപ്പോർട്ട് ഉണ്ടല്ലേ? സപ്പോർട്ട് ഉണ്ട്. ഇവിടെ പിന്നെ നാരകം. ഇതെല്ലാം നമ്മുടെ ഇതാ പിന്നെ പോട്ടർഫോണത്തിന്റെ കളക്ഷനാ. പിന്നെ ഇപ്പോഴത്തിന്റെ ഗോൾഡ് ആണ്, ചെറിയ തൈയാണ്. NMT ഗോൾഡ്. ഗോൾഡ്, അതിന്റെ ഗോൾഡ് ആയിരിക്കുന്ന ഗോൾഡ്. റെഡ് നല്ലോണം കായ്ക്കും. നല്ല ഇതാണ്. ഇത് നമ്മുടെ കെൽഡാങ്, നമ്മുടെ ആഞ്ചലിപ്പഴത്തിന്റെ കെൽഡാങ്. ആഞ്ചലിപ്പഴത്തിന്റെ കെൽഡാങ്. ഇത് ഇപ്പൊ നേരത്തെ ഉള്ളതാണോ? നേരത്തെ ഉള്ളതാ. ഇതിപ്പോ നേരത്തെ ഒരു 2-3 മാസമായി. വലിയ മരമാ. ഇതില് ഒരിക്കൽ പൂത്ത് തിരിയായിരുന്നു, പൊഴിഞ്ഞു പോയി. ഇത് ചെറുനാരകം, മാർക്കറ്റ് ലെമൺ ഇതായിരിക്കുന്നത്. ഇത് മാർക്കറ്റ് ലെമൺ. നാടൊക്കെ കാപിടിച്ച് ഇറക്കുന്നുണ്ടല്ലോ. മാർക്കറ്റ് ലെമണിന്റെ വലിയ മരം, ചെറിയ മരം. പിന്നെ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ അതേ കസാഡാപ്പിന്റെ ആ മഞ്ഞ ഗോൾഡ് ആയിരിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് കണ്ട മാവുകൾ. ഇത് സപ്പോട്ട. ഇത് മൂട്ടിപ്പഴം. നല്ല പിടിച്ച് കായം പറിച്ചിട്ടുള്ള അതിനകത്ത്. ഇതെല്ലാം നമ്മുടെ സപ്പോട്ട വന്നിട്ട് ഇത് തായ് സപ്പോട്ടയാണ്. പിന്നെ ക്രിക്കറ്റ് ബോൾ ഉണ്ട്, കാലാപ്പാടി ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇതാണ് മിൽക്ക് ഫ്രൂട്ട്, ജമൈക്കൻ മിൽക്ക് ഫ്രൂട്ട് ഇതായിരിക്കുന്നത്. ഇതാണിത്. 200 വിലയുണ്ട്. നല്ല വില. ഇത് എല്ലാം ബഡാണ്, അതിന് നല്ല വിലയാണ്. ഇത് വന്നിട്ട് കാലാപ്പാടി കാഴ്ച ചേർന്നിട്ടില്ലേ, കാലാപ്പാടി. പിന്നെ അത് ബനാന സപ്പോട്ട, പിന്നെ തായ് സപ്പോട്ട. അതിങ്ങനെ ക്രിക്കറ്റ് ബോള്, വേരിഗേറ്റഡ്, മിലിറ്ററി സപ്പോട്ട വേരിഗേറ്റഡ്. പിന്നെ നല്ല അമ്പലം കണ്ടില്ലേ, നല്ല സ്വീറ്റ് അമ്പലം. നമ്മുടെ ഇത് ശ്രീലങ്കൻ സ്വീറ്റ് അമ്പലം. ഇത് പിന്നെ ബറാവ. പിന്നെ മിൽക്ക് ഫ്രൂട്ട് നമ്മുടെ ഇത് മാജിക് എന്താ പറയുന്നത്, മിറക്കിള്. ഇത് നമ്മുടെ മഞ്ഞ സ്ട്രോബെറി പേര. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഇതാണ് മാൻഡ്രിൻ. ഇത് വന്നിട്ട് നമ്മുടെ മാൻഡ്രൈന്റെ ഓറഞ്ച് ആണിത്. ഇത് കുറച്ചുകൂടെ വലിപ്പം, പിന്നെ വലിപ്പം വയ്ക്കും കുറച്ചുകൂടെ. നമ്മുടെ സാധാരണ ഒരു ഓറഞ്ച് പോലെ നമ്മൾ കടകളിലൊക്കെ വാങ്ങുന്ന സാറിന് കുറച്ച് വലുതാവും. ഇത് നമ്മുടെ ഇതാണ് സീഡ്ലെസ് ജാമുൻ. ഒരു നാഗ്പൂർ ഓറഞ്ച്. ഇത് നാഗ്പൂർ ഓറഞ്ചിന്റെ ചെറിയ തൈകള്, ഇത് നാഗ്പൂർ ഓറഞ്ചിന്റെ വലിയ തൈകള്. ഇതെല്ലാം നമുക്ക് ഹൈവേ ഡെലിവറി ഉള്ള. ഇതെല്ലാം ഹൈവേ ഡെലിവറിയാണ്. ഇതെല്ലാം സ്ട്രോബെറി പേര. ഇതെല്ലാം നാഗ്പൂർ ഓറഞ്ചിന്റെ ഹൈവേ ഡെലിവറി ഉള്ള സാധനങ്ങളാണ്. ഇതെല്ലാം നാഗ്പൂർ ഓറഞ്ച് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. എല്ലാവരും കായ്ക്കുന്നുണ്ട് ഇഷ്ടം പോലെ. എത്ര പൂത്ത് വന്നു. ഇപ്പൊ പ്രൂൺ ചെയ്യുന്ന ശേഷം മഴയായണ്ട, അല്ലെ മുഴുവനും പൂത്ത് വന്നേനെ. ഇത് വന്നിട്ട് മുസമ്പി, ഇന്ത്യൻ മുസമ്പി. ഇത് ഇന്ത്യൻ മുസമ്പി താഴെ കിടക്കുന്നത്. ഇത് ഇന്ത്യൻ മുസമ്പി. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഇതാ നമ്മുടെ ആ കസ്റ്റാർഡ്. അത് തന്നെ കസ്റ്റാർഡ് ആപ്പിളിന്റെ. പിന്നെ ഇത് നമ്മുടെ ജാത്യത്തിന്റെ പ്ലാവ് താഴെ കിടക്കുന്നത്. പ്ലാവ് കുറച്ചുകൂടെ വലിപ്പമുള്ളത്. അതെല്ലാം പൂക്കാറായതാണ്. ഇരിക്കുന്ന സാധനം നമ്മുടെ സ്വീറ്റ് ബുഷ് ഓറഞ്ച് ആണ്. ഇത് സ്വീറ്റ് ബുഷ് ഓറഞ്ച് ആണ്. ബുഷ് ഓറഞ്ച് പിഴിഞ്ഞു കുടിക്കുന്ന ബുഷ് ഓറഞ്ച് തന്നെ മധുരമുള്ള ബുഷ് ഓറഞ്ച് ആണ്. ഇത് ബഡാണ് കേട്ടോ. ഇതെല്ലാം ബഡാണ്. ബുഷ് ഓറഞ്ച്, സാധാ ബുഷ് ഓറഞ്ച്. ഇത് ബാരിവണ്ണ മാൾട്ട. ഇത് ബാരിവൺ മാൾട്ട. ഇരിക്കുന്നതെല്ലാം ബാരിവൺ മാൾട്ട. പിന്നെ ഇത് നമ്മുടെ മറ്റേ നമ്മളെ കണ്ടത്
കമല അല്ലല്ല, ഇത് സ്വീറ്റ് ബുഷ് ഓറഞ്ച്. സീറ്റ് ബുഷ് ആണോ? ഇത് സ്വീറ്റ് ബുഷ് ഓറഞ്ച്. ഓ ശരി. മറ്റേത് കമല, അവിടെ കണ്ട കമല. ഇതെല്ലാം ഇതെല്ലാം ലെമൺ. ഈ ഇരിക്കുന്ന മുഴുവൻ ലെമൺ ആണല്ലേ, ഇതെല്ലാം ലെമൺ ആണ്. കണ്ട എല്ലാം ലെമൺ. ഇത് മാർക്കറ്റ് ലെമൺ ആണോ? ഇത് മാർക്കറ്റ് ലെമൺ. ഓക്കെ. മാർക്കറ്റ് ലെമൺ. ഇതെല്ലാം മാർക്കറ്റ് ലെമൺ. മുമ്പോട്ടുള്ള എല്ലാം മാർക്കറ്റ് ലെമൺ. ഇതെല്ലാം മാർക്കറ്റ് ലെമൺ. ഇത് ഈ പ്ലാവ് ഏതത്? ഈ പ്ലാവും ചേർത്തെടുത്തി ഇതെന്ത് വില ഉണ്ട്? 900 രൂപ. $900. ഇത് 900 റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഓക്കെ. ഇതിലെല്ലാം നമ്മൾ ഇത് ഇതാണ്ടല്ലേ പൊട്ടി വരുന്നുണ്ടല്ലേ. ഇനിയിപ്പോ എല്ലാം നമ്മൾ കായ്ക്ക് വരും. ഇനിയിപ്പോ ഇതാണ്ട് പിന്നെ ഇങ്ങോട്ട് ഇതെല്ലാം നമ്മുടെ നാരകങ്ങളാണ്. അത് മറ്റേ സീഡ്ലെസ്സും എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ഇത് ഭാര്യയുണ്ട്. ഇതെല്ലാം ഭാര്യയുണ്ടാ. ഓക്കെ. ഇരിക്കുന്ന മുഴുവൻ ഭാര്യയുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കി, ഇതെല്ലാം ലെമൺ, മാർക്കറ്റ് ലെമൺ. ഇതെല്ലാം മാർക്കറ്റ് ലെമൺ. ഇതെല്ലാം മാർക്കറ്റ് ലെമൺ. മാർക്കറ്റ് ലെമൺ നന്നായിട്ടുണ്ടാവൂലേ? എപ്പോഴും ഉണ്ടാവും? ഓൾ സീസൺ ആണ്? ഇത് കാജി ലെമൺ. ഏത്? അത് കാജി ലെമൺ. ഇത് കാജി, ഇരിക്കുന്ന കാജി ലെമൺ. പിന്നെ ഈ ഇരിക്കുന്ന മുഴുവൻ നമ്മുടെ ഇതാണ് സീഡ്ലെസ് ലെമൺ. സീഡ്ലെസ് ആണ്. ഇതെല്ലാം സീഡ്ലെസ് ലെമൺ. ഇത് വേരിഗേറ്റഡ് ലെമൺ. ഓക്കെ. ഇതെല്ലാം പൂക്കാൻ പറ്റുന്നിരിക്കും. പക്ഷെ മഴ കാരണം മാത്രം ഇതിങ്ങനെ ഇങ്ങോട്ട് ആവാത്തത്. ഓ, ഇതുണ്ട് ലെമൺ. ഇത് ഫുള്ള് ലെമൺ അല്ലേ? ഫുള്ള് ലെമൺ. ഈ മുഴുവനും ഫുള്ള. അതനുസരിച്ച് നമുക്ക് സെയിലും ഉണ്ടാ ലെമൺ. ഇത് നമുക്ക് സീഡ്ലെസ് ലെമൺ. വേണ്ടാണ്ട് ഇത് സീഡ്ലെസ് ലെമൺ. പഴുത്ത് കിടക്കാം. സീഡ്ലെസ് ലെമൺ. ഇതെല്ലാം സീഡ്ലെസ് ലെമൺ. ഇത് ബബ്ലൂസ് ആണല്ലേ? ഇത് ബബ്ലൂസ്. എന്ത് ബബ്ലൂസ് എന്ന് പറഞ്ഞാൽ തായ്ലൻഡിന്റെ റെഡ്, ഉള്ളിൽ മാത്രം റെഡ്, വെളിയിൽ പച്ച. ഇതെല്ലാം അത് തന്നെ. ഇരിക്കുന്ന എല്ലാം അത് തന്നെ. ഇത് കണ്ടിട്ട് നമ്മുടെ ഇതാ സ്വീറ്റ് ലൂവി, സാധാ ലൂവി. അത് ആ പ്ലാവ്. ഈ പ്ലാവ് വന്നിട്ട് വിയറ്റ്നാം സൂപ്പർ. വിയറ്റ്നാം സൂപ്പർ. ഇതാണ് നമ്മുടെ റെഡ് പൊമിലോ. ഒറിജിനൽ അകവും പുറവും കണ്ടില്ലേ? റെഡ് അകവും പുറവും റെഡ്. ടെന്നീസ് കുസംബി കണ്ട. ഇതെന്തോ ഇതൊക്കെ ഇത് 1200 രൂപ വലുതിന്. ചെറുതിനാകുമ്പോൾ ഒരു 350 രൂപ. പിന്നെ ഇത് നമ്മുടെ ഡാങ്സൂരിയുടെ വലിയ പ്ലാവുകൾ. കുറെ കൂടെ വലിയ പ്ലാവ്. ഡാങ്സു വലിയ പ്ലാവ്. ഇതെല്ലാം ഡാങ്സു വലിയ പ്ലാവുകളാണ്. ഈ കളർ ഡാങ്സു വലിയ പ്ലാവുകളാണ്. പിന്നെ ഇത് നമ്മുടെ കുറെ മിക്സ് പ്ലാവുകളാണ്. ഇതെല്ലാം മാവുകൾ. ഇതെല്ലാം മിക്സ് മാവാണ്. അത് ബനാനയുണ്ട്, ആട്ടോയിട്ടും ഉണ്ട്. ഇങ്ങനെ പിന്നെ നമ്മുടെ ഇതുണ്ട് ബ്ലാക്ക് ഷോൺ, കസൂരി മാങ്ങ. കസൂരി മാങ്ങ. ഇതെല്ലാം കസൂരി മാവ. പിന്നെ നമുക്ക് ഇത് നമ്മുടെ റോളീനിയ. റോളീനിയ. ഇതെല്ലാം റോളീനിയ. ഇരിക്കുന്നെല്ലാം റോളീനിയ. പിന്നെ സാധാരണ വാഴകള്. ഇവിടെ കശുമാവ് ഉണ്ടല്ലോ. കശുമാവ് ഇത് ഏതിൻ്റെത്? W240. മാർക്കറ്റിൽ കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇതൊക്കെ നമ്മുടെ തൃശ്ശൂർ അഗ്രികൾച്ചർ സർവകലാശാലയിലുള്ളതാണ് മാവുകള്. പിന്നെ കുറെ ചാമ്പകള്. നമ്മള് ചാമ്പകള് വേണ്ട കുറച്ച് ചാമ്പ. ഇത് നമ്മുടെ പനീർ ചാമ്പ. പനീർ ചാമ്പ ഉണ്ടല്ലോ. ഇത് കുറെ നാളായി ആൾക്കാർ പനീർ ചാമ്പ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ. ഇത് നല്ല ചെലവാ. ഇത് ആപ്പിൾ ചാമ്പ. പിന്നെ ഇത് കിങ്ങിണി ചാമ്പ, സീഡ്ലെസ്. ഇത് പിന്നെ ഡൽഹരി, ബാലി, ബെല്ല് ഇങ്ങനെയൊക്കെ ഉള്ള ചാമ്പകള്. പിന്നെ വാഴ നമ്മുടെ നാട്ടിലുണ്ട്. വാഴ ഇത് സാധാ വാഴകള്, വാഴ അങ്ങനെയൊക്കെ ഉള്ളത്. നമ്മുടെ മറ്റേ ജാവ, ബ്ലൂ ജാവ, നീലപ്പഴം. ഇത് ബ്ലൂ ജാവ. ഈ തൈ നമ്മുടെ ഇത് നമ്മുടെ രാംഗംഗ. അവര് 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഡാർഫാണ്. മലേഷ്യൻ പോലെ തന്നെ. പക്ഷെ ഇതിനകത്ത് ഒരു 10-30 കാണും കൊലയില്. പിന്നെ ഇതാണ് ശ്രീലങ്കണ്ടായിരിക്കുന്നത്. ശ്രീലങ്കണ്ട. ഇതാണ് നമ്മുടെ ശ്രീലങ്കണ്ടെങ്കിൽ ഇരിക്കുന്നത്. ഇതാണ് ശ്രീലങ്കണ്ടെങ്കിൽ. ഇത് പിന്നെ ഇത് നമ്മുടെ ഈ ലെമൺ ഉണ്ട്. ഇപ്പൊ നമ്മുടെ എന്താ പറയാ പാകിസ്ഥാൻ ലെമൺ ഉണ്ട്. പിന്നെ ഓറഞ്ച്. ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. എല്ലാം മിക്സ് ചെയ്തിരിക്കുക സംഭവങ്ങൾ. പിന്നെ പാക്കോ അരിക്കാനുണ്ട്. നമ്മുടെ അടയ്ക്ക. ഇത് നമ്മുടെ ഹീരാഹള്ളി. ഇത് വന്നിട്ട് പിന്നെ ഇന്റർസീയുടെ വലുത്, ഇന്റർസീയുടെ മീഡിയം, അത് ഇന്റർസീയുടെ ചെറുത്. അതൊക്കെ ആകുമ്പോൾ ഒരു 3 വർഷം കൊണ്ടേ കായ്ക്കുള്ളൂ. ഇതൊക്കെ 2 വർഷമൊക്കെ കായ്ക്കും. ഈ ഇരിക്കുന്നില്ല. ഇതിപ്പോ എനിക്ക് ഇവിടെ കൊണ്ടുപോകാനാ, കൊടുങ്ങല്ലൂർ കൊണ്ട് കൊടുക്കാനാ. പ്രയാറ് മാറ്റി വെച്ചിരിക്കുക 60 പീസ്. അത് കൊടുക്കാനാ. ഇത് നമ്മുടെ ലോങ്ങിന്റെ എത്ര വെറൈറ്റി? ലോങ്ങായിട്ട് 6-7 വെറൈറ്റി ഉണ്ട്. നമ്മൾ 6 ഇത് അച്ചാറുണ്ട്. പിന്നെ ഡയമണ്ട് ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്. പിന്നെ നമ്മുടെ ഇതുണ്ട്, നമ്മുടെ എന്താ റൂബി ഉണ്ട്. അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ എന്താ പറയാ എവിയാർക്ക് പ്ലാവ്. ഏറ്റവും മരം കൂടി പ്ലാവാണ്. ഏറ്റവും മരം കൂടി ഫിലിപ്പൈൻസിന്റെ സാധനം. ഏറ്റവും മരം കൂടി സാധനം. അത് സമയം എടുക്കുന്നുണ്ട് കായ്ക്കില്ല. ഇത് സമയം എടുക്കും. ഇനി 1 വർഷം കൂടി എടുക്കും എന്നൊക്കെ പറയുന്നത്. ഇത് കാര്യം ഇവിടെ ഒന്നും കായ്ച്ചിട്ടില്ലെങ്കിൽ കായ്ക്കണം. ഇത് നമ്മുടെ മെറ്റാഷ്യ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതല്ല മെറ്റാഷ്യ. ഇത് ഡുക്കു ലോങ് സാട്ട്. അത് കായ്ച്ചിട്ടുണ്ടോ? ഇല്ല ഡുക്കു ഒന്നും കായ്ച്ച. അല്ല, കേരളത്തിൽ കായ്ച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? പിന്നെ ഇത് കഴിഞ്ഞ ദിവസം മനോരമയിലുണ്ടായിരുന്നു. എന്റെ ഇപ്പൊ വന്നേ ഉള്ള സാധനം ഡുക്കു കായ്ച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധനമുള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ്. മറ്റേതിന്റെ അവക്കാരുടെ മദർ പ്ലാന്റ് ആയിരിക്കുന്നത്. ഇതാണ് എന്റെ വലിയ പ്ലാന്റ്. ഇതാണ് എന്റെ വളർച്ച. ശരി. പിന്നെ ഇരിക്കുന്നതെല്ലാം നമ്മുടെ കണ്ടില്ലേ. ഇതെല്ലാം വലിയ വലിയ പ്ലാവുകളാ, അല്ല മാവുകളാ. ബനാന, നാംബോക്കുമായി അങ്ങനെയൊക്കെ ഉള്ളത്. മംഗോസ്റ്റിൻ ബഡാണ്. ഇത് 2 ബഡാണ്. 10 ഉണ്ടായിരുന്നു ബാക്കി കഴിഞ്ഞത്. ഇതെല്ലാം കായ്ക്ക് 10 രൂപ കായും കിട്ടിയതാ. ഇപ്പൊ ഏപ്രിലൊക്കെ ആകുമ്പോ ഉള്ളൂ.
ഏതെന്ത് വിലയുണ്ട് ഈ ബഡ്? ഇതൊക്കെ ഒരു 8,000 രൂപ വിലയുണ്ട്. ഓ ഇതൊക്കെ ഒരു 650 രൂപ, ഇത് 200 രൂപ, ഇതാകുമ്പോ 2,500 രൂപ. ഓ ഇത് നല്ല അടുക്കുള്ള ജാതി കിണറ്റുകര. കിണറ്റുകര. ഇതെല്ലാം ഇതാ നമ്മുടെ വിയന്ന സൂപ്പർ വിയറ്റ്നാം. മഞ്ഞ. ഈ ഇരിക്കുന്ന വിയന്ന സൂപ്പർ റെഡ്. ഓ ശരി. റെഡ് അത് മഞ്ഞ. രക്തചന്ദനം, ആ ഓക്കെ ഇത് ചന്ദനം, ഇത് നമ്മുടെ ചന്ദനം. പിന്നെ നമ്മുടെ ഇതുണ്ട്. പിന്നെ ഒരു ആമ്പല്, പിന്നെ നമ്മുടെ റെല്ലടി പപ്പായ. RLD പപ്പായ ഉണ്ടല്ലേ? ഇത് ചന്ദനം. ഇത് ചന്ദനം, ഇത് മറവ്. ഇനി ഇവിടെ മാവുകളാണല്ലേ ഇത്? മാവുകളാണ്. പിന്നെ നമുക്ക് കുറെ പച്ചക്കറി, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതിന്റെ കുറെ പച്ചക്കറികള്. ഇത് നമ്മുടെ യൂജീനിയ, ഗാർഡന് വേണ്ടിയുള്ള യൂജീനിയ, ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ കുറെ പച്ചക്കറികള്. പിന്നെ ഇത് നമ്മുടെ കമ്പോഡിയൻ മുന്തിരി, കമ്പോഡിയൻ നല്ല വൈൽഡ് മുന്തിരി, ഒരു 4 കിലോ ഒക്കെ ഉള്ള. പിന്നെ ഇതൊക്കെ ചെടികൾ പറയും നമ്മുടെ എന്തുവാ ഗോൾഡൻ കാസ്കേഡ്, ഇങ്ങനെയൊക്കെ ഉള്ള. പിന്നെ നല്ല ഇഞ്ചിയുണ്ട്, കസ്തൂരി മഞ്ഞളുണ്ട്, പിന്നെ നമ്മുടെ കരിമഞ്ഞളുണ്ട്, കസ്തൂരി മഞ്ഞളുണ്ട്. ഇത് നമ്മുടെ സിന്ദൂരവരിക്ക പ്ലാവ് അല്ലേ? സിന്ദൂരവരിക്ക പ്ലാവ്. ഈ ഇരിക്കുന്ന മൊത്തവും സിന്ദൂരവരിക്ക പ്ലാവാ. ഈ ഇരിക്കുന്നത് ഏതാണ്ട് ഇങ്ങോട്ടുള്ള എല്ലാം ഇതെല്ലാം സിന്ദൂരവരിക്ക. ഇതെല്ലാം സിന്ദൂരവരിക്ക. ഇരിക്കുന്ന കംപ്ലീറ്റ് സിന്ദൂരവരിക്ക പ്ലാവുകളാണ് ഇരിക്കുന്നതല്ല. ഏലം എങ്കിൽ കിട്ടാത്തൊരു സാധനം ഏലം. ഇതായിരിക്കുന്ന ഏലം, ഏലത്തൈകളാണ്. നിങ്ങളെ സമയമൊക്കെ ഒന്ന് പറഞ്ഞേ കറക്റ്റ്. ഇവിടെ ഞായറാഴ്ച ഇവിടെ അങ്ങനെ ഒഫീഷ്യൽ ടൈം പറയുവാണെങ്കിൽ 7 o'clock to 7:30 അങ്ങനെ. പക്ഷെ ഇവിടെ ഒഫീഷ്യൽ ടൈം ഇല്ല. 24 hours, 24/7 365. അതാണ് ഇവിടെ ടൈമിങ്. അതാണ് നമ്മുടെ കണക്ക്. ഓക്കെ. പിന്നെ സ്ഥലം വരുന്നവർക്ക് നേരിട്ടൊന്നും കൂടെ നേരിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഞാൻ പറയാം മാവേലിക്കര ആണിത്. മാവേലിക്കര താലൂക്കില് ഇത് കറ്റാനത്തുനിന്ന് ഭരണിക്കാവ്, കറ്റാനം ഭരണിക്കാവ് ടെമ്പിൾ ജംഗ്ഷൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഇത് നമ്മുടെ ഭാര്യയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലേ ആൾക്കാർ ശാസ്താംകോട്ട ഭരണിക്കാവ് പോകും, അവിടെ അമ്പലമുണ്ട്. പക്ഷെ ഇത് കറ്റാനം ഭരണിക്കാവാണ്, മാവേലിക്കര ഭരണിക്കാവ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് സംഭവം. പിന്നെ ഇന്ത്യയിലോട്ട് എല്ലായിടത്തും പിന്നെ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പം ഞാനിപ്പോ ഗുജറാത്തിൽ വിട്ടായിരുന്നു, പിന്നെ ഇവിടെ വിട്ടായിരുന്നു നമ്മുടെ ഛത്തീസ്ഗഡിൽ. അതെല്ലാം ഞാൻ ഇരിങ്ങാലക്കുട കൊണ്ടുപോയിട്ട് പൈനാപ്പിൾ പോകുന്ന വണ്ടിയുണ്ട്, അതിൽ കയറ്റിവിടെ ചെയ്യാറുള്ളത്. ബാക്കി കേരള, തമിഴ്നാട്, കർണാടക എല്ലാം നമ്മള് ട്രാൻസ്പോർട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മെട്രോ സൂപ്പർ സർവീസ് എന്ന് പറഞ്ഞുണ്ട്, ആ വണ്ടിയിൽ കയറ്റി വിടുക ചെയ്യാറുള്ളത്. അപ്പൊ ശരി. താങ്ക് യു. ഓക്കെ, വെൽക്കം. ഓക്കെ, താങ്ക് യു.